ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഒരു പേടി എവിടെയൊക്കെ വേണം, ഒരു പേടി. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതില്ല, ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ? പരമാവധി തെറ്റുകളെ മനസ്സിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരാം. മനസ്സിലേക്ക് തെറ്റുകളെ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ അത് ചെയ്തതാണല്ലോ അല്ലാ, അതിൻ്റെ ഒരു ഖേദവും. നമ്മൾ ഈ ചെയ്യണ നന്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നന്മയല്ല കൊണ്ടുവരേണ്ടത്, ശരിക്ക് ഞാൻ ചെയ്തു പോയല്ലോ അല്ലാ, തെറ്റുകളും അതേക്കുറിച്ചുള്ള പശ്ചാത്താപ ബോധം അങ്ങനെ കൊണ്ടുവരാം. അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ നിന്നിട്ട് അങ്ങനെ നിസ്കാരത്തിന്റെ നെയ്യത്ത് ഇങ്ങനെ വെക്കല്ലേ. നിസ്കാരത്തിന്റെ നെയ്യത്ത് വെക്ക, കൈ ഇങ്ങനെ താഴെ കിടക്കണ്ട, താഴെ ഇങ്ങനെ നെയ്യത്ത്. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നെയ്യത്ത് അങ്ങോട്ട് തീരലും തക്ബീർ തുടങ്ങലും ഒരുമിച്ചാവാം, അങ്ങനെ ആവാം. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ പറയുമ്പോ ആ റിന്റെ ഉള്ളിൽ ആയിൽ തുടങ്ങി അല്ലാഹു അക്ബറിന്റെ ഉള്ളിൽ നെയ്യത്ത് വേഗം ഒന്ന് മനസ്സിലൂടെ കൊണ്ടുവരണം, അങ്ങനെയാവാം. എന്തായാലും ആ സമയത്ത് അള്ളാന്റെ മുന്നിൽ നമ്മൾ ഒരു വലിയൊരു കുറ്റസമ്മതം നടത്താൻ വന്ന് നിൽക്കാം. ഈ നിസ്കാരം മതിയേ. നിസ്കാരത്തിൽ തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്നൊരു വർത്താനം കൊണ്ടാണ്. അത് സാധാരണ ഒരു വാക്കല്ലാട്ടത്, അത് ഫർളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിർബന്ധ. ആ ദിക്ർ നിർബന്ധമായ ദിക്ർ തക്ബീറത്തുൽ ഇഹ്റാം. അത് അല്ലാഹു അക്ബർ ഉള്ളിലിങ്ങനെ വരണം, ഒരു വേദന വരണം. അല്ലാഹുവേ, ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഒരു വേദന, ഒരു വല്ലാത്ത വേദന, അതൊരു തൗബയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു തോന്നൽ, അതിന് പ്രത്യേക കോച്ചിങ് വേണ്ട. നമുക്ക് നമ്മെപ്പറ്റി തന്നെ ഒരു ധാരണ മതി. ഞാനൊന്നുമല്ല. നിങ്ങൾക്കറിയുമോ, ഓരോ മഹാന്മാരും അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന എത്രയാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ ആസ്വദിച്ച് ഓതിയ ആളാണ്. എത്രയാ അവരൊക്കെ സമ്പാദിച്ചു വെച്ചത്. മഹാനായ ഇബ്നു സാദാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാനിൽ കാണാം, ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ദിവസം 4 ഖത്മുൽ ഖുർആൻ ഓതുമായിരുന്നു. എത്രയാ അവരൊക്കെ സമ്പാദിച്ചു വെച്ചത്. പരിശുദ്ധമായ ഖുർആൻ സ്വഹാബികളുടെ ഇടയിൽ അമ്മാനമാടിയ ആളാണ് മഹാനായ അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മഹാനായ ദാവൂദ് നബിയുടെ ഇമ്പമാർന്ന ഈസലിന്റെ താളം അല്ലാഹു തൊണ്ടക്കുഴിയിൽ കൊടുത്തിട്ടുള്ള മനോഹാരിതയുടെ ശബ്ദ സൗന്ദര്യമേ. അബൂ മുസ്അ അശ്അരി ഖാല റസൂലുള്ളാഹി, എന്തു രസമായിരുന്നു ഓതിയിരുന്നത്. അവരിങ്ങനെ ഓതുമ്പോൾ കണ്ണുനീര് ചാലിട്ടൊഴുകുമായിരുന്നു. ആർക്കെങ്കിലും വഹി ഇറങ്ങിയത് അതുപോലെ തന്നെ ജിബ്രീലിന്റെ ശബ്ദ സൗകുമാരിതയിൽ ആനന്ദത്തോടെ കേട്ടിരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ ഇബ്നു ഉമ്മു അബ്ദ് ഓതുന്നത് കേട്ടോളൂ. മഹാനായ ഇബ്നു മസ്ഊദിന്റെ പാരായണം അതുപോലെയെന്ന് ഖാല റസൂലുള്ളാഹി. എത്ര മനോഹരമായ ശബ്ദമായിരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അഹ്സനു സൗത്തും ബിൽ ഖുർആൻ. ഇമാം നവവി അവിടുത്തെ മജ്മൂഇൽ ഉദ്ധരിക്കാണ്, ഏറ്റവും നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആള്. ശബ്ദ സൗന്ദര്യം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സങ്കല്പമാണ്. ആ പാരായണത്തിൽ ആ വ്യക്തി ലയിക്കുമ്പോൾ, ആ മനസ്സതിൽ കീഴടങ്ങുമ്പോൾ, ആ ശരീരം പുറത്തേക്ക് മനസ്സ് കീഴടങ്ങിയ ഭാവത്തെ കൊണ്ടുവരുമ്പോൾ അതൊരു കരച്ചിലും നരകത്തിന്റെ തീനാളത്തിന്റെ അലർച്ചയെ കുറിച്ച് പറയുന്ന ഖുർആന്റെ അനർഘവചനങ്ങളിൽ ശബ്ദമെത്തുമ്പോൾ അതൊരു കരച്ചിലായി ആ ഭാവപ്രകടനം കണ്ടു നിൽക്കുന്നവന്റെ കൽബിനെ പൊട്ടിക്കുന്നുവെങ്കിൽ ആ അത്ഭുതമാണ് ഖുർആൻ. മഹാന്മാർ ഏറെ സമ്പാദിച്ചു. 30 പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയ ആളാണ് നഫീസത്തുൽ മിസ്രിയ. എത്രവട്ടം? മരണപ്പെടുന്നത് നോമ്പോടുകൂടെയാ. മരിക്കുമ്പോൾ മഹദി അവറുകൾ ഓതിക്കൊണ്ടിരുന്നത് സൂറത്തുൽ അൻആമ. വല്ലാത്ത ചിരി തന്ന മരണമാണ്, ചിരിച്ചുകൊണ്ട് മരിക്കലാണ്. നഫീസത്തുൽ മിസ്രിയ
റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചത് മദീനയിൽ മരിക്കലാണ്. പക്ഷേ നഫീസ ബീവിക്ക് അല്ലാഹ് നിശ്ചയിച്ചത് മിസ്റിലാണ്, ഈജിപ്തിലാണ്. ഈജിപ്തിനും ഒരു ബറക്കത്താണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 6000 ഖതം ഒരു ഖബറിൽ ഇറങ്ങി ഓതിയ പെണ്ണാണ്, ചെറിയാളല്ല. നേരത്തെ പറഞ്ഞ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും ദുആരക്കണേ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞേക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ദുആരക്കണേ. ആരെ? ഒരാണ് ഒരു പെണ്ണിന്റെ അടുത്തേക്ക്. അത് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു. ആലിമു ഖുറശിൻ യംലഉ തിബാഖൽ അർദി ഇൽമ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്, ഭൂമണ്ഡലം മുഴുവൻ അറിവ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ, മഹാനായ ഇമാമുൽ ശാഫിഈ. മഹാനവറുകളെ കുറിച്ച് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് എന്റെ ഉസ്താദായ ഇമാമുൽ ശാഫിഈയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു നഫീസ ബീവിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കും. എന്തിനു വേണ്ടി? രോഗം വന്നപ്പോ ഒന്ന് ദ്വാരക്കണേ. അന്നു ബീ ഗുണത്തിനോതും തെട്ടമിൻ പകരത്തെ അഹദവല്ലി കനവർക്ക് നൽകിടട്ടൻ മുത്തേ. എല്ലാ ദിവസം ഗുണത്തിന് വേണ്ടി ബീവി തേടിക്കൊണ്ടിരുന്നു. അന്നു ബീ ഗുണത്തിനോതും തെട്ടമിൻ പകരത്തെ അഹദവല്ലി കനവർക്ക് നൽകിടട്ടൻ മുത്തേ. അവസാനം മഹാന്മാരായ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഉസ്താദിന് രോഗം ഇത്തിരി പ്രയാസത്തിലായി ഇമാമുൽ ശാഫിഈ, അതിന്റെ തലേന്ന് വരെ ശിഫയാക്കണേ. ഗുണത്തിന് വേണ്ടി നഫീസ ബീവി തേടിയിരുന്നു. ഇന്ന് ഇപ്പോൾ തേടിയത് അഹദവല്ലി കനവർക്ക് നൽകിടട്ടൻ മുത്തേ. ഇമാമുൽ ശാഫിഈ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു അമലുസ് സ്വാലിഹാത്തായി ഖബൂലാക്കട്ടെ. അതുവഴി മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ ലിഖാ കൊടുക്കട്ടെ. അങ്ങനെ ഇന്ന് ദ്വാരുന്നത്. ആ ഫയൽ ക്ലോസ് ചെയ്യട്ടെ. ആ ഫയൽ ഇന്ന് ക്ലോസ് ആയി. ഇതുവരെ ചെയ്ത അമലൊക്കെ സ്വാലിഹായ അമലാവണം, എന്നിട്ട് അല്ലാഹുവിന്റെ ലിഖാ കിട്ടണം. അങ്ങനെയാണല്ലോ. ഫമൻ കാന യർജൂ لقاء ربه فليعمل عملا صالحا. അങ്ങനെയാണ് സൂറത്തുൽ കഹ്ഫ്. അല്ലാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്തോ. ഇമാമുൽ ശാഫിഈ തങ്ങളുടെ അമലൊക്കെ സ്വാലിഹാവട്ടെ, അല്ലാഹുവിന്റെ ലിഖാ കൊടുക്കട്ടെ. ബർസൈനൂർ അഹ്മദ് നബി മുത്ത് മകളായ ബംഗീസം ആഖിൽ ബൈത്തിൽ ഫദിയോരായേ കരുണ താരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാഹ് കരുണാറില നാങ്കൾ കണ്ണൈത്തീടല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാര് സമ്പാദിച്ചതങ്ങനെയാണ്. നമുക്ക് ഒന്നുമില്ല. നിസ്കാരത്തിന്റെ തക്ബീർ കെട്ടുന്ന ഒരു നിമിഷമുണ്ട്. റബ്ബിനെ മനസ്സിൽ തട്ടി അല്ലാഹ് വിളിയാണ്. അല്ലാഹു അക്ബർ. എന്റെ അല്ലാഹനെ ഓർക്കാൻ എനിക്ക് ആ ഒരു നേരം കിട്ടിയാൽ അത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തുടക്കത്തിലെ തക്ബീർ മതി, തുടക്കത്തിലെ തക്ബീർ മതി. അതൊരു സാധാരണ തക്ബീറല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അസ്തഗ്ഫിറുള്ളയുണ്ട്, മറ്റൊരു ചിന്തയില്ല, ഒരു നെടുവീർപ്പ് മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ രണ്ട് കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എത്ര മാറ്റങ്ങൾ വരുന്നറിയോ. എത്ര തിരക്ക് പിടിച്ച മനസ്സാണെങ്കിൽ ആ മനസ്സിനൊന്ന് ഇറക്കി വെക്കാ താഴെ. ഇനി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹു എന്ന ചിന്ത നിസ്കാരത്തിൽ നിലനിർത്താൻ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും ശേഷമുള്ള അസ്തഗ്ഫിറുള്ളയിലൊന്ന് കനത്തിൽ പിടിച്ചോളൂ. നിസ്കാരത്തിലേക്ക് കയറാൻ നേരം അള്ളാഹ് എന്ന ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാൻ അല്ലാഹു അക്ബർ എന്ന തക്ബീറിലൊന്ന് പിടിച്ചോളൂ. ഫലമേറയാ, ഫലമേറയാ. കേട്ടോ ഹദീസ്. അനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഖാല ഖാല റസൂലുള്ളാഹി
ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഇദ് ഖശഅറ ജിൽദുൽ അബ്ദി മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹനെ ഭയന്നുകൊണ്ട് ഒരു നിമിഷം രോമം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ശരീരത്തിന്റെ രോമം എഴുന്നേറ്റ് നിന്നാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ രോമം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ, നിന്റെ പാപം പൊഴിഞ്ഞു വീഴുമേതുപോലെ ഒരു മരത്തിന്റെ ഉണങ്ങിയ ഇലക്കരിയില താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന പോലെയാണ് ശജറത്തിൽ റസൂലുള്ളാഹി. നിസ്കാരം മതി ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ, നിസ്കാരം മതി ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ, പരിഹരിക്കാൻ അത് മതിയെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം. സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ പറഞ്ഞതെന്താ ഖുർആൻ? സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. اللهم اجعلنا منهم يا رب العالمين. اللهم اجعلنا منهم يا رب العالمين. അല്ലാഹുവേ, ഈ ആയത്ത് പറഞ്ഞ വിശേഷണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നല്ല പറഞ്ഞത്, വമ്പിച്ച വിജയം കിട്ടി മുഅ്മിനീങ്ങൾക്ക്. എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? ഒന്നാമത്തെ ഗുണം കേട്ടോ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കാൻ അവർ വരുന്നത് തന്നെ ഒരു ഭയത്തോടു കൂടെയാ. നിസ്കരിച്ച് തുടങ്ങണ്ട, നിസ്കരിക്കാൻ വരുന്നത് തന്നെ ഒരു ദുഃഖം തളം കെട്ടിയ മുഖത്തോടുകൂടെയാ. ഞാൻ ഇതുവരെ ചെയ്തതെന്റെ റബ്ബ് ഇതോടുകൂടെ പൊറുക്കണം. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചത്, വീടിന്റെ ഉമ്മറത്തൊരു പുഴയുണ്ട്, ആ പുഴയിൽ നിങ്ങളിൽ ഓരോരുത്തരും 5 നേരവും കുളിച്ചാൽ ആ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ സഹാബ? ഇല്ല നബിയേ, ഇല്ല. 5 വഖത്ത് നിസ്കാരം ഒരു പുഴ പോലെ 5 അവസരം നിനക്ക് തന്നു നിന്റെ ഖൽബിനെ കഴുകാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഒരു കരച്ചില് നമുക്ക് വേണം. നിസ്കരിക്കാൻ വരല് തന്നെ ഒരു ഭയത്തോടുകൂടെ, മറ്റൊരു ചിന്തയല്ല, ഒരു ധൃതിപ്പണിയല്ല. ഒരു ധൃതിപ്പണി അതാ അവിടെ നമ്മൾ പോയി. ധൃതിപ്പണി നിർത്താം, ആകെ പറയാനുള്ളതുള്ളൂ. ധൃതിപ്പണി നിർത്താം. അള്ളാഹു കാക്കട്ടെ. ബാങ്ക് വിളിക്കണതിന്റെ എന്ന് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം എത്രേനാ ബാങ്ക് എന്നുള്ളത്. അതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് റെഡിയാവാൻ കഴിഞ്ഞാൽ വളരെ റാഹത്താണ്. എന്ത് തിരക്കുണ്ട്. നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോ ഈ റെയിൽ ക്രോസിങ് കണ്ടിട്ടില്ലേ? വണ്ടി ട്രെയിൻ അവിടെ വരുമ്പോ ലാസ്റ്റ് വണ്ടി നിർത്തി ഇത് പോട്ടെ, അങ്ങനെയാണോ? വിവരം അറിയും. അത് ഒരു വിട്ടുവീഴ്ചയല്ല. ട്രെയിൻ വരുന്നോടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയില്ല. അത്ര കനത്തിലത് വരുന്നത്. അത്ര കനത്തിലാണ് ഹയ്യ അലസ് സ്വലാഹ്, അത്ര കനത്തിലാണ് ഹയ്യ അലൽ ഫലാഹ്. ഇല പൊഴിയുന്ന പോലെ പൊഴിയും, ഇല പൊഴിയുന്ന പോലെ പൊഴിയും. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി ഉസ്മാൻ നബി ഉസ്മാൻ അൻ-നഖ്ദി ഖാല കുന്നാ മഅ സൽമാൻ തഹ്ത സജറ. മഹാനായ അബൂ ഉസ്മാൻ അൻ-നഖ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സ്വഹാബിയായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണൽ കൊള്ളാൻ കയറിയിരുന്നപ്പോൾ സൽമാൻ എന്ന സ്വഹാബി പോയിട്ട് ആ മരത്തിന്റെ താഴ്ന്നു കിടക്കുന്ന ഒരു കൊമ്പിലങ്ങ് പിടിച്ചു. ഫന്നഫല്ലഹു, എന്നിട്ടത് അങ്ങോട്ട് കുലുക്കാൻ തുടങ്ങി. ബാക്കി എല്ലാവരും മരത്തിന്റെ വീട്ടിലുണ്ട്.
അപ്പോഴുണ്ട് അതിൽ നിന്നും ഇലകൾ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങി. ഫഖാല, സ്വഹാബിയാണല്ലോ ഇത് കാണിക്കുന്നത്. അപ്പൊ താബിഈങ്ങളായ കൂടെ ഉള്ളവരൊക്കെ മിണ്ടാതിരുന്നു. എന്തുട്ടപ്പോ കാണിക്കണം ചോദിക്കണ്ട, ഒരദബ് പാലിച്ചോണ്ട് മിണ്ടാതിരുന്നു. മഹാനവറുകൾ ചോദിച്ചാലാ തസ്അലൂനി അമ്മാ സനഅതു, ഞാൻ എന്താണ് ചെയ്തതെന്ന് എന്താ ആരും എന്നോട് ചോദിക്കാത്തത്? ഞാൻ എന്തിനാണ് ഇത് കുലുക്കിയതെന്ന് എന്താ ചോദിക്കാത്തത്? ഫഖുൽനാ, ഞങ്ങളെല്ലാരും പറഞ്ഞു, അഖ്ബിർന, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും സൽമാൻ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നില്ലി ഷജറ, ഇതുപോലെ ഒരു യാത്രയിൽ ഹബീബിന്റെ കൂടെ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു തണല് കൊള്ളാൻ. അന്നേരം ഞങ്ങളുടെ ഇടയിൽ നിന്നും റസൂൽ എഴുന്നേറ്റു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅഖദ ഗുസ്നം മിൻഹാ, ആ മരത്തിന്റെ ഇതുപോലെ താഴേക്ക് ചാഞ്ഞ ശിഖരത്തിൽ ഹബീബ് പിടിച്ചു. ഫനഫളഹു, എന്നിട്ടതങ്ങനെ തട്ടിക്കൊടയാൻ തുടങ്ങി. ഫതുസാഖിതു വറഖ, അപ്പോഴുണ്ട് അതിൽ നിന്നും ഇതുപോലെ ഇല പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അന്ന് ഞങ്ങളോട് നബി ഇങ്ങോട്ട് ചോദിച്ചിരുന്നു, അലാ തസ്അലുനി അമ്മാ സനഅതു, ഞാൻ എന്തിനാണ് ഈ മരച്ചില്ല കുലുക്കിയതെന്ന് നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത് എന്ന് ഞങ്ങളോട് അന്ന് നബി തങ്ങൾ ചോദിച്ചു. ഇന്ന് നിങ്ങൾ ചോദിച്ചു അല്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അഖ്ബിർന യാ റസൂലല്ലാഹ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ ഇദാ ഖാമ ഇലസ്സലാ, ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ, ആദ്യത്തെ തയ്യാറെടുപ്പ് അലച്ചിലൊക്കെ ആ വലിയ പാത്രമൊക്കെ പിന്നെ കഴിയാതെ ഞാൻ മാറ്റി വയ്ക്കും. ഖിയാമത്ത് നാൾ വരെ സമയമുണ്ട് അത് കഴുകാൻ. മറ്റേതിപ്പോ അസർ വാങ്ങിക്കൊടുക്കുമ്പോഴേക്കും ദോറ് തീരും. എന്ത് ചെയ്യാ? അത് പിന്നെ കഴുകാം. ഒന്ന് റാഹത്തായിട്ടിരിക്കാം, ഞാൻ നിസ്കരിക്കാൻ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാ? അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നത് പോലും ഈ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞ പോലെ നിസ്കരിക്കാൻ വരുന്ന ഒരുക്കങ്ങൾ കൊണ്ട് തന്നെ ഒരു മൂമിനിന്റെ പാപം പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു നന്മയും ചെറുതായി കാണണ്ട, അങ്ങനെ വിചാരിച്ചോളൂ. നിസ്കാരത്തിനുള്ള ഒരുക്കം തന്നെ നിസ്കാരമാണ്. ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ആ നിസ്കാരം അല്ലാഹ് ഖബൂലാക്കിയ കൂലിയാണ്. അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് മുസല്ലയിൽ കാത്തിരിക്കൽ പോലും നിസ്കാരമാ. സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കരിക്കണ്ട, നിസ്കാരത്തിന്റെ നിയ്യത്ത് തന്നെയാണത്. എന്നാൽ നിസ്കാരത്തിന് വേണ്ടി ഞാൻ വാങ്ങ് വിളിക്കാനാണ്. ഞാൻ എന്തായാലും ഈ അലക്കാളിലൊക്കെ ഏതായാലും അവിടെ കിടക്കട്ടെ, ബാക്കി വന്നിട്ട് അലക്കാം. ഒന്ന് വേഗം മേത്ത് വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെയുണ്ട്. ഒരു 3-4 ജോഡി ഡ്രസ്സ് സ്ത്രീകൾ ഡെയിലി മാറണം എന്നൊരു അഭിപ്രായം ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. കാരണം അവർക്ക് 6 മാസത്തിലൊരിക്കൽ ഒരു വീട്ടുവസ്ത്രം അവരുടെ അവകാശം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് തിരക്ക് പിടിച്ച ജോലികളാണ്. ആ ജോലിക്ക് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത് യുദ്ധം ചെയ്യുന്ന പറഞ്ഞത്. അടുക്കളത്തിൽ യോദ്ധാവ് ജിഹാദ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി ആ പെണ്ണിന് അടുക്കളയിൽ കിട്ടാ എന്ന് മുഹമ്മദ് നബി. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ അവസാനം പെണ്ണുങ്ങളെ അത്തഹിയാത്തി കൊണ്ടുവന്നിട്ട് ഒളു കളയണ പരിപാടിയാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് നരകിക്കാനാണ് എനിക്ക് അള്ളാഹ് തീരുമാനിച്ചേക്കണേന്ന് പറഞ്ഞൊരു കരച്ചിലുണ്ട്. നരകിക്കാനല്ല, നിനക്കതിൽ നിന്ന് കൂലി കിട്ടാനാ. കാലത്ത് എണീറ്റ് ആ കണ്ണൊക്കെ തിരുമ്പി വരുമ്പോൾ തന്നെ നെയ്യത്താക്കിക്കോളണം. എന്തുകൊണ്ട് നെയ്യത്ത് ഇതാ പഠിച്ചോനെ, ഇതിൻ്റെ അകത്തിട്ട് പണിത് കഴിഞ്ഞാൽ എനിക്ക് കൂലി കിട്ടുന്ന നിന്റെ ഹബീബ് പറഞ്ഞത്. എനിക്ക് കൂലി കിട്ടണോട്ടോ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. വലത്തെ കാല് വെച്ച് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കോ, കൂലി കിട്ടും. അടുക്കള ജോലി എന്തായാലും പെണ്ണുങ്ങൾ ചെയ്യാതിരിക്കില്ലല്ലോ. അടുക്കള ജോലി ഒരു പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ബർക്കത്ത് അവൾ വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഉള്ളിയും ഒരു ചെറിയ ചമ്മന്തി, പെട്ടെന്ന് എന്തൊരു ബർക്കത്ത്. അതുകൊണ്ട് വയറ് നിറയണ ആഹാരം വേറില്ല. കുറെ സമയം എടുത്തിട്ടല്ല, വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണം. വേഗത്തിൽ പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടോ, ഇതിപ്പം ശരിയാക്കാം. അതുകൊണ്ടല്ലോ അതെങ്ങനെ എങ്ങനെയൊക്കെയോ അതങ്ങനെയാവും. അതിന് ഭയങ്കര ബർക്കത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബർക്കത്ത്, ഭക്ഷണത്തിന്റെ ബർക്കത്ത് പാപം പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ ബർക്കത്ത്
ഭക്ഷണത്തിന്റെ ബർക്കത്ത് മുമ്പ് കൈ കഴുകലും ശേഷം കൈ കഴുകലാണ്. ഭക്ഷണത്തിന്റെ ബർക്കത്തുണ്ടെങ്കിൽ യുകഫിറു അൻഹു സയ്യിആതിഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ ബർക്കത്ത് പലതാണ്. അതിൽപ്പെട്ടൊരു ബർക്കത്താണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം. വേഗത്തിൽ സ്ത്രീകളെ അടങ്ങാറാക്കാൻ പറ്റില്ല, ഒരു വേഗം ഉണ്ടാക്കി തന്നെ ഭക്ഷണം. മഅബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും റസൂലുള്ളാഹി കുറ്റം പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. ഇനിസ്തഹാ, ഇഷ്ടമുണ്ടെങ്കിൽ ഫഅക്കല, കഴിക്കാറുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അതെനിക്ക് വേണ്ടട്ടോ എന്ന് പറയാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈം ടൈറ്റ് ആകുമ്പോൾ അവർക്ക് വേഗം ഒന്ന് മേല് കഴുകിയിട്ട് വേഗം നിസ്കരിക്കാം. അങ്ങനെ ഒരുങ്ങുമ്പോ തന്നെ പടച്ചോനെ ആ അലച്ചിലൊക്കെ കളഞ്ഞിട്ട് എന്റെ നിസ്കാരം ഒരു ആദിയാണ്, ഒരു ആവലാതിയാണ്, ഒരു പേടിയാണ് നിസ്കാരത്തിനുള്ള ഒരുക്കം. എന്റെ റബ്ബ് ഇത് കബൂലാക്കണം. അങ്ങനെയുണ്ട്. ഒരു പ്രധാന അതിഥി വരുന്നു, അന്നാണെങ്കിൽ നമുക്ക് സുന്നത്ത് നോമ്പ്, അന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിന് ഉപ്പ് കൂടോ മധുരം കൂടോ ടെൻഷനാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി വരാ എന്നതുപോലും ഒരു മരച്ചില്ലയില ഉണങ്ങിയ ഇലകളെ കുലുക്കിയാൽ താഴേക്ക് വീഴ്ത്താൻ കഴിയുന്ന പോലെ പാപത്തെ വീഴ്ത്താൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നിനെയും ചെറുതായി കാണണ്ട. കോഴിക്ക് അരിയിട്ട് കൊടുത്തു, ഗോതമ്പിട്ട് കൊടുത്തു, പശുവിന് വെള്ളം കൊടുത്തു, ആടിന് പഴത്തൊലി കൊടുത്തു, ചെറുതായി കണ്ട അതായിരിക്കും ഉപകാരപ്പെടാം. ഇപ്പൊ ഒരു ആടിനെ നമ്മൾ പഴത്തൊലി കൊടുത്തു, പഴത്തിന്റെ തൊലി കൊടുത്തു, അതിപ്പോ ആളുകളെ ബോധിപ്പിച്ച് ചെയ്യുന്ന ഒരു അമലൊന്നുമില്ല. ബിസ്മില്ലിട്ട് ഉറപ്പതിന്റെ അതൊക്കെ നമുക്ക് കിട്ടാം. നേരെ മറിച്ച് നമ്മൾ വലിയ അമല് ചെയ്തത് ഒരു പക്ഷേ ആളുകൾ കാണാ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഒരു വലിപ്പം നമുക്ക് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് തന്നെ തോന്നിയാൽ മതി ഞാൻ വലിയ കാര്യം ചെയ്തെന്നുള്ളത്. അതിന്റെ കൂലി ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു പൂച്ചക്ക് തിരിച്ച് ചോറ് ബിസ്മില്ലിൽ കൊടുത്തു, അതൊക്കെ ആയിരിക്കും. അത് ആരെയും ബോധിപ്പിക്കണല്ലോ. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ, അതൊക്കെ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരാള് തുമ്മിയപ്പോൾ അയാള് അൽഹംദുലില്ലാ പറഞ്ഞു കേട്ടാൽ നമ്മൾ പറയും എന്ത്? ഇർഹമുക്കല്ലാഹ്. ഒരു ദുആയാണിത്. ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിമിന്റെ ബാധ്യതകൾ 5 മുസ്ലിം ആവണോ ഈ 5 നിർവഹിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് തുമ്മിയവൻ അൽഹംദുലില്ലാ പറഞ്ഞപ്പോ അവന് വേണ്ടി അനുശോചനമായി ഇർഹമുക്കല്ലാഹ് പറയൽ നിന്റെ കടമയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ? എന്താ? ഇർഹമുക്കല്ലാഹ് അല്ലെങ്കിൽ റഹിമക്കല്ലാഹ്. അത് പറയാം, വലിയ കൂലിയുള്ള കാര്യം അത്. ഒരു സംഭവം പറയാം. ഫത്ഹുൽ ബാരിയിൽ കാണാം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇമാം തുർമുദി, ഇമാം അബൂദാവൂദ് കേട്ടിട്ടില്ലേ? ഇമാം അബൂദാവൂദ് എന്നെ കേൾക്കുന്ന ആരും കേട്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ആ മഹാന്റെ പേര് പരമാവധി പറയാറുണ്ട്. ഇമാം തുർമുദി എന്ന് പറയാറുണ്ട്. ഇമാം തുർമുദിയുടെ ഉസ്താദാണ് ഇമാം അബൂദാവൂദ്. ഇമാം അബൂദാവൂദ് വലിയ മഹാനാ, വലിയ മഹാൻ. അല്ലാഹു അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാണാം മഹാനായ വഖദ അഖ്റജ ഇബ്നു അബ്ദുൽ ബർരി ബിസനദിൻ സയ്യിദിൻ അൻ അബി ദാവൂദ് സാഹിബി സുനൻ അന്നഹു കാന ഫി സഫീന ഫസമിഅ ആതിസൻ അല ശത്ത്. മഹാനായ അബൂ ദാവൂദ് ഇമാം ഒരിക്കലൊരു യാത്ര പോവാ, കപ്പലിലേക്ക് കയറി. കപ്പല് കരവിടുകയാണ്, യാത്ര തുടങ്ങാം. അപ്പോഴുണ്ട് മഹാനവറുകൾ ആ കരയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു മൂമിനായ മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് കപ്പൽ വിട്ടു തുമ്മുന്ന ഒരാക്ഷൻ കണ്ടു. ഒരാൾ തുമ്മുമ്പോ അങ്ങനെ തല കുടഞ്ഞിട്ടല്ലേ തുമ്മുന്ന ഒരാക്ഷൻ കണ്ടു. അയാൾ തുമ്മിന്ന് ഉറപ്പാ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാൾ ചുണ്ടുകൊണ്ടെന്തോ ഒന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് എന്തായിരിക്കും? അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്. അബൂ ദാവൂദ് ഇമാം അപ്പോൾ തന്നെ കപ്പൽ ഓട്ടിക്കുന്ന കപ്പിത്താന് നിർദ്ദേശം കൊടുത്തു, ഒന്ന് നിർത്തണേ, അളറങ്ങാനുണ്ട്. കപ്പലിൽ തന്നെ കരയിലേക്ക് എമർജൻസിയിൽ എത്താനുള്ള ഒരു കപ്പലിലെ ഉദ്യോഗസ്ഥനോട് ഇരിപ്പുണ്ട് അല്ലേ? കപ്പലിൽ തന്നെ എമർജൻസി കരയിലേക്ക് പോകാനുള്ള ചെറിയ ബോട്ടുണ്ട്.
ആ ബോട്ട് മഹാനവറുകൾ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു ദിർഹം കൊടുത്താലാണ് ഈ ബോട്ട് കരയിലേക്ക് ഇപ്പൊ പെട്ടെന്നൊരു എമർജൻസി യാത്ര കപ്പലിൽ നിന്ന് ഈ ബോട്ടിൽ അനുവദിക്കുള്ളൂ. അങ്ങനെ അവിടെ പോയി കരയിൽ പോയിട്ട് തിരിച്ചു വരാൻ ഈ കപ്പൽ നിർത്തി കൊടുത്ത് ബോട്ട് അനുവദിച്ച് ബോട്ടിൽ കരയിൽ പോയി തിരിച്ചു വരാൻ ഒരു ദിർഹം കൊടുക്കണം. വലിയ പൈസയാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഒരു ദിർഹമിന് ഒരു ബോട്ട് വാടകക്കെടുത്തു. കരയ്ക്ക് നിൽക്കുന്ന തുമ്മിയ മൂമിനായ മനുഷ്യന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞതിന് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. മഹാനവറുകൾ അത് പറയുകയും മറ്റയാൾ അതിന് മറുപടി പറയുകയും ചെയ്തു. അസ്ലഹല്ലാഹു ബാലക്കും എന്ന് തിരിച്ചുള്ള ഒരു മറുപടിയും കേട്ടു. തിരിച്ച് കപ്പലിലേക്ക് കയറി വന്നു. ബോട്ടായിട്ട് വന്ന് കപ്പലിൽ കയറി യാത്ര തുടർന്നു. അപ്പൊ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു മഹാനവറുകളോട്, പ്രിയപ്പെട്ട മഹാനായ പണ്ഡിതരെ, അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഖാല, മഹാനവറുകൾ പറഞ്ഞു, ലഅല്ലഹു യകൂനു മുജാബദ് ദഅവാ. ആ നിൽക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് അസ്ലഹല്ലാഹു ബാലക്കും, നിന്റെ കാര്യം അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന് എനിക്ക് മറുപടി പറയുമ്പോ ഞാൻ അയാളോട് പറയേണ്ട എന്താണ്? മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ ഞാൻ റഹമുക്കല്ലാ പറഞ്ഞു. അസ്ലഹല്ലാഹു ബാലക്കും എന്ന് ആൾ എനിക്ക് തിരിച്ചു പറയുകയും ചെയ്യും. അങ്ങനല്ലേ? അൽഹംദുലില്ലാ തുമ്മിയവൻ പറഞ്ഞു, കേട്ടവൻ റഹമുക്കല്ലാ പറഞ്ഞു. അസ്ലഹല്ലാഹു ബാലക്കും തിരിച്ചു പറഞ്ഞു. അങ്ങനെ പറയുന്ന അയാളുടെ ആ വാക്ക്, അയാൾ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എങ്കിൽ അത് മതി എനിക്ക് രക്ഷപ്പെടാൻ. അയാൾ ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. അന്ന് ആ കപ്പൽ യാത്രയുടെ ഇടയിൽ ഇറങ്ങിപ്പോയി തശ്മീത്തിന് വേണ്ടി പോയ ആ തുമ്മിയവന് അനുശോചനം പറയാൻ, റഹമുക്കല്ലാ പറയാൻ വേണ്ടി മഹാനവറുകൾ പോയ അന്ന് അവിടെ നിന്ന ആള് ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. ഒരു ഭാഗ്യമാണത്. അങ്ങനെ കുറെ നേരം കപ്പലിന്റെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ കപ്പലിന്റെ അകത്ത് ആരോ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. യാ അഖിലസ് സഫീന ഇന്ന അബാ ദാവൂദ് അസ്തറാൽ ജന്നത മിനല്ലാഹി ബിദിർഹം. മഹാനായ അബൂ ദാവൂദ് ഇമാം യാത്ര പോകുന്ന കപ്പലിലുള്ള ആളുകളെ, മഹാനവറുകൾ ഒരു ദിർഹം കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിയേ. എല്ലാരും കേൾപ്പിച്ചൊരു ശബ്ദം. എല്ലാവരും ആ കപ്പലിലുള്ളവര് ഈ ശബ്ദം കേട്ടു എന്ന് എന്റെ വക പറഞ്ഞതല്ല. ലോകത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരാൾ തുമ്മിയോടത്ത പറയുന്ന യർഹമുക്കല്ലയും അസ്ലഹല്ലാഹു ബാലക്കും എന്ന് പറയുന്നതൊക്കെ വലിയ അർത്ഥമുള്ളതാ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയുടെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോ സ്വഹാബിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സ്വഹാബിയുടെ ചെരുപ്പ് എവിടെയുണ്ട്? സ്വഹാബി വീട്ടിലുണ്ട്. റസൂലുള്ളാഹി പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഹബീബായ നബി തങ്ങൾ സലാം പറഞ്ഞു. സ്വഹാബി ഉറക്കെ സലാം അടക്കിയില്ല, പതുക്കെ സലാം അടക്കി. റസൂലുള്ളാഹിനെ കേൾപ്പിച്ചില്ല. രണ്ടാമത് നബി തങ്ങൾ ആ സ്വഹാബിയുടെ മറുപടി കേൾക്കാതെ വന്നപ്പോ അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറഞ്ഞു. സ്വഹാബി പതുക്കെ സലാം അടക്കി ഉറക്കെ പറഞ്ഞില്ല. റസൂലുള്ളാഹി കേട്ടില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും. സ്വഹാബി ഉറക്കെ പറഞ്ഞില്ല, മറുപടി ഉറക്കെ പറഞ്ഞില്ല, പതുക്കെ പറഞ്ഞു. അള്ളാന്റെ ഹബീബിന്റെ മുഖം വാടി അവൻ വീടിന്റെ അകത്തുണ്ടായിട്ടും എന്റെ സലാമിന് ഉത്തരം ചെയ്തില്ലല്ലോ. ആ മുഖം വാടാവതല്ല. സ്വഹാബി ഓടിച്ചെന്നുകൊണ്ട് ഹബീബിന്റെ മുന്നിൽ പറഞ്ഞു, ആരാണ് എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്ന് ഈ സലാം പറയുന്നതോ? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വർത്താനമൊന്നും ഇവിടെ കിട്ടിയാ മതിയേ. ആ വർത്തമാനമൊന്നും ഇവിടെ കിട്ടിയാ മതിയേ. ഞാൻ രക്ഷപ്പെട്ടു നബിയേ, എന്റെ കുടുംബം രക്ഷപ്പെട്ടു നബിയേ. മഹാനായ പണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദുആരെന്ന് പോയ വീടാണ് ഈ വീട്. തങ്ങൾ ദുആരെന്നതിന്റെ ബറക്കത്താണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്ന എത്രയെത്ര വീട്ടുകാരുണ്ടെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാരും അല്ലാഹുവിനെ വഴിപ്പെടുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല.
വന്നജ്മു വസ്സജറു യസ്ജുദാൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നമ്മളിങ്ങനെ വരുമ്പോ കുറെ വള്ളി പടർന്നു കിടക്കുന്ന ചെടികൾ കാണാറുണ്ട്. അതിങ്ങനെ കാറ്റ് വരുമ്പോ ആടി ഉലയാറുണ്ട്. നമ്മള് അതിന്റെ അകത്തുനിന്ന് ഒരു തസ്ബീഹ് കേൾക്കുന്നില്ല. അത് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ. വലിയ വൃക്ഷങ്ങൾ കാറ്റ് വരുമ്പോൾ ആടി ഉലയാറുണ്ട്. അതും ഒരു സുജൂദിലാണെന്ന് ഖുർആനാ പറഞ്ഞത്. എല്ലാം സുജൂദ് ചെയ്യാം. നമ്മളാവട്ടെ സുജൂദ് ചെയ്യുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വസ്സജറു والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. അല്ലാഹുവേ നീ കരുണ ചെയ്യണേ തമ്പുരാനെ. നിനക്ക് വേണ്ടി ഭൂമിയിലുള്ള സർവ്വരും സുജൂദ് ചെയ്യുന്നു എന്ന, നിനക്ക് വേണ്ടി ആകാശത്തിലുള്ള സർവ്വതും സുജൂദ് ചെയ്യുന്നു എന്ന എടുത്തു പറഞ്ഞു. സൂര്യൻ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൽ ഖമറു ചന്ദ്രൻ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൻ നുജൂം നക്ഷത്രങ്ങൾ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൽ ജിബാൽ പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നു, ഇഴജന്തുക്കൾ സുജൂദ് ചെയ്യുന്നു, വകസീറും മിനന്നാസ് ഒരുപാട് മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നു, വകസീറുൻ ഹഖ അലൈഹിൽ അദാബ് ഒരുപാട് ആളുകൾക്ക് അല്ലാഹുവിന്റെ അദാബ് അല്ലാഹു നിശ്ചയിച്ചിട്ടുമുണ്ട്. അവർ സുജൂദ് ചെയ്യാത്തവരുമാണ്. അല്ലാഹു നമുക്ക് അവനെ വഴിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ഉള്ളിലൊരു ഭയം എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അത് തന്നെയാണ് നമ്മുടെ വിജയം. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവണം എന്ന് ഞാൻ എൻ്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഉപദേശിക്കുകയാ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക. അല്ലാഹ് ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കു തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഈ സദസ്സിൽ ആമീൻ പറയുന്നവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അമലിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ജീവിതത്തിൽ റബ്ബേ ഒരുപാട് സൽക്കർമ്മങ്ങൾ നീ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ, അത് മുഖേന ഖൽബിനൊരു കുളിര് കിട്ടാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. അല്ലാഹുവേ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പരിശുദ്ധമായ റമളാൻ മാസത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളെയും കബൂലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളുടെ തൗബകൾ മുഴുവനും നീ സ്വീകരിക്കുക അല്ലാഹ്. ഹറാമിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹറാമിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരാളുടെയെങ്കിലും ഒരിറക്ക് വെള്ളമോ ഒരു വറ്റ ആഹാരമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ അവരോട് കടപ്പാടുണ്ട് അല്ലാഹ്.
അള്ളാഹുവേ, ഞങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ചെയ്യുന്ന എല്ലാ നന്മകളിലും അവരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم